ഹായ് ഫ്രണ്ട്സ്, തെലുഗു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. തെലുഗു ക്ലാസ്സിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കാലങ്ങളാണ്, ടെൻസസ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂതകാലം പഠിച്ചു, പാസ്റ്റ് ടെൻസ്. ഇന്ന് നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെൻസ് കുറച്ചും കൂടി എളുപ്പമാവും. പാസ്റ്റ് ടെൻസിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം പാസ്റ്റ് ടെൻസ് തുടങ്ങാം. പാസ്റ്റ് ടെൻസിൽ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ആരാണെന്നറിയാലോ? ഫസ്റ്റ് പേഴ്സൺ ഞാൻ, ഐ. അതാണ് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ എന്നുള്ളത് നമ്മൾ തെലുങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു. നേനു, നേനു എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ. നേനു, ചെപ്പാനു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായത് കഴിഞ്ഞു പോയ കാലം, ഭൂതകാലത്തിൽ നമ്മൾ പറയാണ് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നേനു ചെപ്പാനു. ഭൂതകാലത്തിൽ എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു, നേനു ചെപ്പാനു. ഇനി ഇത് തന്നെ നമുക്ക് വേറെ തരത്തിൽ നമുക്ക് പറയാം. ചെപ്പിന, നേനു ചെപ്പിന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ. നേനു ചെപ്പിന, ഞാൻ പറഞ്ഞ. നേനു ചെപ്പിന വാഴു, ഞാൻ പറഞ്ഞവർ എന്നൊക്കെയാണ് മീനിങ്. നേനു ചെപ്പിന, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണിത്. ഭൂതകാലത്തിൽ വരും. നേനു ചെപ്പിന, ഞാൻ പറഞ്ഞ. ഇത് നമ്മൾ പാസ്റ്റ് ടെൻസ് സിംഗുലർ ഫോമിൽ വരുമ്പോൾ, അതായത് ഇവിടെ ഫസ്റ്റ് പേഴ്സൺ അറിയാലോ, നേനു. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഫോമിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നു കാരം വന്നു, അപ്പം നമ്മൾ ഇവിടെ ലാസ്റ്റ് ന വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും അതേപോലെ നേനു ചെപ്പാനു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ലാസ്റ്റ് നു ആണ് വന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രസന്റ് ടെൻസ് നോക്കാം. പ്രസന്റ് ടെൻസിൽ, അതായത് വർത്തമാനകാലത്തിൽ സിംഗുലർ ഫോമിൽ വർത്തമാനകാലത്തിൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. വർത്തമാനകാലത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വരും നോക്കാം. ഫസ്റ്റ് പേഴ്സൺ നേനു, നേനു. നേനു చెప్తున్నాను, నేను చెప్తున్నాను. నేను చెప్తున్నాను, ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് నేను చెప్తున్నాను, ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുകയാണ്. അതായത് പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതായത് സിംഗുലർ ഫോമിൽ നമ്മൾ പ്രഥമ പുരുഷൻ, അതായത് ഫസ്റ്റ് പേഴ്സൺ നമ്മൾ സിംഗുലർ ഫോമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നേനു ചെത്തുന്നാനു, ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുകയാണ്. പ്രസന്റ് ടെൻസിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോ കാരം ഇവിടെ വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് നോ വന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഫോമിൽ വരുമ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഫോമിൽ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ ടെൻസിൽ ഫസ്റ്റ് പേഴ്സൺ నేను, నేను చెబుతాను, ഞാൻ പറയും. അതായത് ഭാവി കാലത്തിൽ വരാൻ പോകുന്ന ഒരു ഭാവി കാലത്തിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ് నేను చెబుతాను, ഞാൻ പറയും, ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അതായത് സിംഗുലർ ഫോമിൽ ഫസ്റ്റ് പേഴ്സൺ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ నేను చెబుతాను, ഞാൻ പറയും, ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫ്യൂച്ചറിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ
സിംഗുലർ ഫോമിൽ ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ചെറിയ വാചകഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് സിംഗുലർ ഫോമിൽ പാസ്റ്റ് ടെൻസിൽ യു, അതായത് സെക്കൻഡ് പേഴ്സൺ എങ്ങനെ വരും നോക്കാം. നമുക്ക് പാസ്റ്റ് ടെൻസിൽ നോക്കാം. പാസ്റ്റ് ടെൻസിൽ സിംഗുലർ ഫോമിൽ സെക്കൻഡ് പേഴ്സൺ വരുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. സെക്കൻഡ് പേഴ്സൺ എന്നാൽ അറിയാലോ, യു ആണ് സെക്കൻഡ് പേഴ്സൺ, നീ എന്നുള്ളതാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പം നീ എന്നുള്ളതിന് ഇപ്പം നമ്മൾ ആദ്യം ഫോമലായിട്ടുള്ള രൂപം നമുക്ക് നോക്കാം. ഫോമലായിട്ടുള്ള രൂപം നമ്മൾ നോക്കുന്നത് ഫോമലായിട്ട് എങ്ങനെ സംസാരിക്കാൻ നോക്കാം. അതായത് തെലുങ്കിലും ഇതേപോലെ ഫോമലായിട്ടും ഇൻഫോമലായിട്ടും അങ്ങനെ 2 തരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഫോമലായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്ത്, കുറച്ച് ആദരവൊക്കെ കൊടുത്ത് നമ്മൾ മറ്റുള്ളവരുടെ ബഹുമാന പുരസ്സരം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആ ഒരു രീതിയെ, അതായത് നമ്മളെക്കാൾ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ അധ്യാപകർ, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ സ്ഥാനങ്ങളിരിക്കുന്ന ആൾക്കാർ, ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഭവ്യത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് നമുക്ക് നോക്കാം. നുവു, അതായത് നിങ്ങൾ. ചെപ്പാറു, നിങ്ങൾ. നുവു ചെപ്പാറു, നിങ്ങൾ. നുവു ചെപ്പാറു, നിങ്ങൾ പറഞ്ഞു. അതായത് ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു. നുവു ചെപ്പാറു. ഇത് സിംഗുലർ ഫോമിൽ സെക്കൻഡ് പേഴ്സൺ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ വരും എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. നുവു ചെപ്പാറു, നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതാണ്. ഇനി നമ്മൾ ഫോമൽ രൂപത്തിൽ തന്നെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെ വരും നോക്കാം. നമ്മൾ ഫോമലായിട്ട് ഉപചാര പുരസ്കാരം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ പറയും നോക്കാം. സെക്കൻഡ് പേഴ്സൺ. నువ్వు నువ్వు చెప్పుతున్నారు. നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാല അവസ്ഥയിൽ വരുന്നൊരു സംഭവമാണ്. നിങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പറയുന്നു. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഫോമലായിട്ട് ഉള്ള രൂപത്തിൽ പ്രസൻറ്റ് ടെൻസിൽ സെക്കൻഡ് പേഴ്സൺ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാണ് നോക്കാം. പ്രത്യേകം പറയുന്നു, ഫോമൽ രൂപത്തിൽ നമ്മൾ സെക്കൻഡ് പേഴ്സൺ പറയുക നുവ്വു എന്നാണ് നമ്മൾ പറയുക. నువ్వు నువ్వు చెప్తారు. അതായത് ഫ്യൂച്ചറിൽ നടന്നേക്കാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ പറയും, ഭാവിയിൽ നിങ്ങൾ പറഞ്ഞേക്കാം. నువ్వు చెప్పుతారు, നിങ്ങൾ പറഞ്ഞേക്കാം. ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ, അതായത് യു, നീ, നിങ്ങൾ എന്നുള്ളത് നമ്മൾ ഇൻഫോമലായിട്ട് സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ക് ബ്രോസിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടാ പോടാ എന്നുള്ള ഒരു ബന്ധം ഉള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ നോക്കാം. നമുക്ക് തെലുങ്കിൽ നമുക്ക് ആദ്യം പാസ്റ്റ് ടെൻസിൽ തന്നെ നോക്കാം. പാസ്റ്റ് ടെൻസിൽ ഇത് ഇൻഫോർമൽ വേ ഓഫ് ടോക്കിംഗ്. ഇൻഫോർമൽ വേ എന്ന് പറഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളോട്, നമ്മളെ താഴെയുള്ളവരോട്, അല്ലെങ്കിൽ നമ്മുടെ അടുപ്പക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി, എടാ പോടാ എന്നുള്ള ആ ഒരു ബന്ധം. അപ്പം നമ്മൾ എങ്ങനെ പറയച്ചെങ്കിൽ, സെക്കൻഡ് പേഴ്സൺ നമ്മൾ എങ്ങനെ പറയച്ചെങ്കിൽ നമ്മൾ മീരു എന്നാണ് പറയുക. മീരു. ഇവിടെ ഉപ്പ് മാറിയിട്ട് മീരു ആയി.
ഇനി നമുക്ക് പ്രസന്റ് ടെൻസിൽ ഇൻഫോർമൽ വേ ഓഫ് ടോക്കിങ്ങിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് എങ്ങനെയാണ് വരിക നോക്കാം. പ്രസന്റ് ടെൻസിൽ സെക്കൻഡ് പേഴ്സൺ വരിക മീരു, മീരു നീ, നിങ്ങൾ. మీరు చెప్పుతున్నావు, మీరు చెప్పుతున్నావు. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലാസ്റ്റ് വൂക്കാരാണ് വരുന്നത്. മീരു വരുമ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് വൂക്കാരാണ് വരുന്നത്. നീ, മീരു చెప్పుతున్నావు, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ സംസാരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻഫോർമൽ വേയിൽ സെക്കൻഡ് പേഴ്സൺ എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത് നോക്കാം. ഇതെല്ലാം സിംഗുലർ ഫോമിൽ വരുന്നതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം സിംഗുലർ ഫോമിലാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോമിൽ നമുക്ക് വേറെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് സിംഗുലർ ഫോമിൽ എങ്ങനെ വരും നോക്കാം. സിംഗുലർ ഫോമിൽ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ സെക്കൻഡ് പേഴ്സൺ വരെ അറിയാലോ, మీరు, మీరు చెప్పుతావు, మీరు చెప్పుతావు, మీరు చెప్పుతావు. നിങ്ങൾ പറയും, നിങ്ങൾ പറയും, നീ പറയും, നീ അങ്ങനെ പറഞ്ഞേക്കാം. ഭാവി കാലത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ പറയും, നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് സിംഗുലർ ഫോമിൽ നമുക്ക് തേർഡ് പേഴ്സൺ വരുമ്പോൾ എങ്ങനെ നോക്കാം. തേർഡ് പേഴ്സൺ അറിയാലോ, മറ്റ് പേഴ്സൺ, അതായത് മറ്റുള്ളവരെ, ഹി, ഷീ, ഇതൊക്കെയാണ് തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്നത്. നമുക്ക് തേർഡ് പേഴ്സൺ വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. സിംഗുലർ ഫോമിൽ ആദ്യം നമുക്ക് പാസ്റ്റ് ടെൻസ് തന്നെ നമുക്ക് നോക്കാം. പാസ്റ്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ, അതായത് അവൻ, അവൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതനു, അതനു, അതനു എന്ന് പറഞ്ഞാൽ അവൻ, അയാൾ എന്നൊക്കെയാണ് അർത്ഥം. തേർഡ് പേഴ്സണ് നമ്മൾ തെലുങ്കിൽ പറയുന്നതാണ്. അതനു, അവൻ, അദ്ദേഹം, അയാൾ. అతను చెప్పాడు, అతను చెప్పాడు. ഭൂതകാലത്തിൽ നടന്നൊരു സംഭവമാണ്. ഭൂതകാലത്തിൽ, അതായത് സിംഗുലർ ഫോമിൽ ഭൂതകാലത്തിൽ തേർഡ് പേഴ്സൺ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഉദാഹരണം. അത്തനു ചെപ്പാടു, അവൻ അല്ലെങ്കിൽ അയാൾ പറഞ്ഞു, അയാൾ സംസാരിച്ചു. കഴിഞ്ഞു പോയ, ഭൂതകാലത്തിൽ കഴിഞ്ഞു പോയ, എപ്പോഴോ കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. ഇനി നമുക്ക് സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ എങ്ങനെയാണ് പ്രസന്റ് ടെൻസിൽ വരുന്നത് നോക്കാം. തേർഡ് പേഴ്സൺ അറിയാലോ, നമ്മുടെ അതനു, అతను చెప్పుతున్నాడు, అతను చెప్పుతున్నాడు. അതായത് അവൻ, അവൻ പറയുന്നു. പ്രസന്റ് ടെൻസിൽ, അതായത് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൻ പറയുന്നു, അവൻ പറയുകയാണ്. ഇതാണ് പ്രസന്റ് ടെൻസ്. അതായത് സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ വരിക നോക്കാം. സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ എങ്ങനെ വരിക നോക്കാം. ഫ്യൂച്ചർ ടെൻസ്, നമ്മുടെ തേർഡ് പേഴ്സൺ നമുക്കറിയാം, అతను, తను చెప్పుతాడు, చెప్పుతాడు, అతను చెప్పుతాడు. അയാൾ പറയും, അയാൾ സംസാരിച്ചേക്കാം,
അയാൾ പറഞ്ഞേക്കാം, ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമാണത്. അതായത് സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. അతను చెప్పుతాడు, അയാൾ പറഞ്ഞേക്കാം, അയാൾ പറയും, അയാൾ സംസാരിക്കും എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് പുല്ലിംഗാണ്, ഹി, അതായത് തേർഡ് പേഴ്സൺ പുല്ലിംഗാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ ഷീ വരുമ്പോൾ, അതായത് സ്ത്രീലിംഗം വരുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പാസ്റ്റ് ടെൻസ് തന്നെ നോക്കാം. പാസ്റ്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ, അതായത് സ്ത്രീലിംഗം, ഫെമിനിൻ ജെൻഡർ ഷീ, അല്ലെങ്കിൽ അതിൽ നമ്മൾ തെലുങ്കിൽ നമ്മൾ ആമേ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ആമേ. ആമേ എന്ന് പറഞ്ഞാൽ അവൾ. ആമേ വരുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം വരിക നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ആമേ വരുമ്പോൾ നമ്മൾ പാസ്റ്റ് ടൈമിൽ ആമേ ചെപ്പിന്തി, ആമേ ചെപ്പിന്തി, അവൾ പറഞ്ഞു. കഴിഞ്ഞ കാലത്തിൽ, അതായത് ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു സംഭവമാണത്. അവൾ പറഞ്ഞു കഴിഞ്ഞു, അവൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ആമേ ചെപ്പിന്തി. സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ സ്ത്രീലിംഗം വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. പ്രസന്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ ഇവിടെ ആമേ, അവൾ, സ്ത്രീലിംഗമാണ് അവൾ. അവൾ ചെപ്പുതൊന്തി, അവൾ ചെപ്പുതൊന്തി, ആമേ ചെപ്പുതൊന്തി, ആമേ ചെപ്പുതൊന്തി, ആമേ ചെപ്പുതൊന്തി. അവൾ പറയുന്നു, അതായത് പ്രസന്റ് ടെൻസിൽ വർത്തമാനകാലത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആമേ ചെപ്പുതൊന്തി. അവൾ പറയുന്നു, അവൾ പറയുകയാണ്, അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ എങ്ങനെ നോക്കാം. അതായത് സിംഗുലർ ഫോമിൽ തേർഡ് പേഴ്സൺ സ്ത്രീലിംഗം നമ്മൾ എങ്ങനെയാണ് വരാൻ നോക്കാം. ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ ഭാവി കാലത്തിൽ, ഭാവികാലം, ഭവിഷ്യത് കാലം, ഭാവി കാലം എന്ന് തന്നെയാണ് തെലുങ്കിൽ പറയുന്നത്. അറിയാം, നമ്മുടെ ഇവിടെ തേർഡ് പേഴ്സൺ ആമേ, അവൾ, ആമേ. ഇനി വരുന്നത് എന്താ നോക്കാം. ചെബുത്തതി, ആമേ ചെബുത്തതി. അവൾ പറയും, അവൾ പറഞ്ഞേക്കാം, അതായത് ഭാവി കാലത്തിൽ എപ്പോഴും സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് ആമേ ചെബുത്തതി. അവൾ പറയും, അവൾ പറഞ്ഞേക്കാം, അവൾ സംസാരിച്ചേക്കാം. If you like this video, please like, share and subscribe, and don't forget to click the bell icon for further notifications. Thank you.